നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ഞാൻ കണ്ട ചൈനയെക്കുറിച്ച് വിവരിക്കുന്ന 12ാമത്തെ എപ്പിസോഡാണ് ഇത്. ബീജിങ്ങിൽ ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലാണ് ഇത്. ഇന്നത്തോടു കൂടി തന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ബീജിങ്ങിലെ പരിപാടികളെല്ലാം അവസാനിക്കുകയും നാളെ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടതായിട്ടുമുണ്ട്. വളരെ തിരക്കേറിയ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് 3 പരിപാടികളാണ് ഞങ്ങളുടെ ഐറ്റിനറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ചരിത്ര പ്രസിദ്ധമായ ടിയാനമെൻ സ്ക്വയർ കാണുക, രണ്ടാമത് പ്രൊവിഡൻസ് സിറ്റി കാണുക, മൂന്നാമത് എല്ലാവർക്കും തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടതായിട്ടുള്ളതിനാൽ വേണ്ടുന്ന ഷോപ്പിംഗ് നടത്തുക. രാവിലെ 7 മണിയോടുകൂടി പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഞാൻ ചൈനയിലെ ഏറ്റവും പ്രസിദ്ധമായ അല്ലെങ്കിൽ ചൈനയെ പ്രസിദ്ധമാക്കിയ അല്ലെങ്കിൽ ലോക ജനതയെ ഞെട്ടിപ്പിച്ച ടിയാനൻമെൻ സ്ക്വയർ കാണുക എന്ന പ്രധാന ലക്ഷ്യത്തോടെ ഹോട്ടലിൽ നിന്നും പുറപ്പെട്ടു. വളരെ തിരക്കേറിയതും അതോടൊപ്പം ചൈന ഭരണകൂടം വളരെ കർശന സെക്യൂരിറ്റിയോടെ മാത്രം വിദേശികൾക്ക് സന്ദർശനാനുമതി കൊടുക്കുന്നതുമായ സ്ഥലം ആയിരുന്നതിനാൽ ഞങ്ങൾ എല്ലാവരും രാവിലെ 7 മണിയോടെ തന്നെ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും പുറപ്പെട്ടു. ഏകദേശം 4-5 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാൽ മാത്രമേ ഈ പറയപ്പെട്ട ടിയാനൻമെൻ സ്ക്വയർ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ ടിയാനൻമെൻ സ്ക്വയറിന് സമീപ പ്രദേശത്തൊന്നും വാഹനങ്ങൾ എത്തുകയോ പാർക്ക് ചെയ്യാനോ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വാഹനങ്ങൾക്ക് യാത്രാനുമതി ഉണ്ടായിരുന്ന സ്ഥലം വരെ ഞങ്ങളെ കൊണ്ടുവന്ന് വിട്ടതിന് ശേഷം വാഹനം തിരിച്ചുപോയി. ഞങ്ങൾ കാൽനടയായി ആ സ്ക്വയറിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ സ്ക്വയറിലേക്ക് പോകാൻ വേണ്ടി ഒരു വലിയ ക്യൂ തന്നെ മറു സൈഡിൽ നമുക്ക് കാണാം. പക്ഷേ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളുടെ ഗ്രൂപ്പിന് വേണ്ടി പ്രത്യേക അനുമതി നേരത്തെ സംഘടിപ്പിച്ചിരുന്നതിനാൽ ഞങ്ങൾക്ക് നേരിട്ട് തന്നെ ആദ്യം കൂടുതൽ ക്യൂ നിൽക്കാതെ തന്നെ സ്പോട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു. ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ നഗര ചത്വരമാണ് ടിയാനമെൻ സ്ക്വയർ ചത്വരം. ഇത് നഗര ചത്വരത്തിലേക്കുള്ള പ്രവേശന കവാടമായ ടിയാനമെൻ കവാടത്തിൽ നിന്നാണ് ചത്വരത്തിന് ഈ പേര് ലഭിച്ചത്. ടിയാനമെൻസ് എന്നാൽ സ്വർഗത്തിലേക്കുള്ള കവാടം എന്നാണത്തെ അർത്ഥം. ചൈനയിലെ പല ചരിത്ര മുഹൂർത്തങ്ങളുടെയും വേദിയായിരുന്നു ഈ ചത്വരം. 1989 ടിയാനമെൻ സ്ക്വയർ പ്രക്ഷോഭമാണ് അവയിൽ ഏറ്റവും പ്രശസ്തം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ നഗര ചത്വരമാണ് ടിയാനമെൻ സ്ക്വയർ. 880 മീറ്റർ നീളവും 550 മീറ്റർ വീതിയുമുള്ള ഈ ചത്വരത്തിന്റെ വിസ്തീർണം ഏകദേശം 109 ഏക്കറോളം വരും. 1989 ടിയാനമെൻ സ്ക്വയർ പ്രക്ഷോഭങ്ങളുടെയും കൂട്ടക്കൊലയുടെയും സ്ഥലമായിരുന്നു. അതിൽ രാഷ്ട്രീയ ഉദാരവൽക്കരണത്തിനും മനുഷ്യാവകാശങ്ങളെ കൂടുതൽ ബഹുമാനിക്കുന്നതിനും ആഹ്വാനം ചെയ്യുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ ഈ ടിയാനമെൻ സ്ക്വയറിൽ നടത്തിയ ഒരു വിദ്യാർത്ഥി പ്രതിഷേധത്തെ പീപ്പിൾസ് ലിബറേഷൻ ആർമി ടാങ്കുകൾ സമരം നടത്തിയവരുടെ മേൽ ഓടിച്ചു കയറ്റി യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ആയിരക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കി. അങ്ങനെയാണ് ആ സമരം അടിച്ചമർത്തിയത്. മരണസംഖ്യയുടെ കണക്കുകൾ 100 കണക്കിന് മുതൽ 1000 കണക്കിന് വരെ വ്യത്യാസപ്പെടുന്നുണ്ട്. ആയിരക്കണക്കിന് പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിപക്ഷവും സിവിലിയന്മാരായിരുന്നു. എന്നിരുന്നാലും വളരെ കുറച്ച് സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവത്തിന് ഹ്രസ്വവും ദീർഘകാലവുമായ പ്രത്യാഘാതങ്ങൾ ചൈന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ടാങ്ക് ഡ്രൈവ് ചെയ്ത ക്രൂവിനെ കുറിച്ചോ ആ വ്യക്തിയെക്കുറിച്ചോ അതിന്റെ വിധിയെക്കുറിച്ചോ വിശ്വസനീയമായ യാതൊരു വിവരങ്ങളും ലോകത്തിന് ഇന്നവരെ കിട്ടിയിട്ടില്ല. ടാങ്ക് ക്രൂവിന് എന്തു സംഭവിച്ചു എന്നതിന്റെ കഥയും അജ്ഞാതമാണ്. ഒരു കാലത്ത് വിലക്കപ്പെട്ട നഗരത്തിലേക്കുള്ള പ്രധാന കവാടമായിരുന്നു ടിയാനമെൻ സ്ക്വയർ. ആ കവാടത്തിന് ഒരു കൂറ്റൻ കല്ലിൽ സ്വർഗ സമാധാനത്തിന്റെ കവാടം ആദ്യമായി നിർമ്മിച്ചത് എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൂറ്റൻ കല്ലിൽ നിന്നാണ് ഈ ചതുരത്തിന് ഈ പേര് കൂടി ലഭിക്കാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. സ്ക്വയറിന്റെ മധ്യഭാഗത്ത് 2 തട്ടുകളായി മാർബിൾ ടെറസിൽ പീപ്പിൾ ഹീറോയിസ് സ്മാരകമാണ്. ചൈനയിൽ 1989 എന്ന സംഖ്യയ്ക്ക് രാഷ്ട്രീയവും ചരിത്രപരവുമായ അർത്ഥങ്ങളുണ്ട്. 1989 ബീജിങ്ങിൽ നടന്ന ടിയാനമെൻ സ്ക്വയർ പ്രതിഷേധങ്ങളുമായും കൂട്ടക്കൊലമായും ഇതിന് ബന്ധപ്പെട്ടിരിക്കുന്നു. അന്നത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് നേതാവ് മാവോ തന്റെ മരണശേഷം മൃതദേഹം ദഹിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ ആഗ്രഹം അവഗണിക്കുകയും മൃതദേഹം എംബോം ചെയ്യുകയും ചെയ്തു. മാവോയുടെ മൃതദേഹം എംബോം ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന പ്രധാന കെട്ടിടമാണ് അല്ലെങ്കിൽ സ്മാരകമാണ് തൊട്ടു പിന്നാലെ നമ്മളിപ്പോൾ കണ്ടു പറഞ്ഞ ആ കെട്ടിടം. മാവോയുടെ അന്ത്യവിശ്രമ സ്ഥലമായി ഒരു സ്മൃതി മണ്ഡപത്തിന്റെ നിർമ്മാണം അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ ആരംഭിച്ചു. അതാണ് പശ്ചാത്തലത്തിൽ കാണുന്ന ആ സ്മാരകം. ബീജിംഗ് ടിയാനമെൻ സ്ക്വയറിന് നടുവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. ടിയാനമെൻ സ്ക്വയറിൽ നടത്തിയ പ്രക്ഷോഭത്തെയും അക്രമത്തെയും കൂട്ടക്കൊലയും അതിജീവിക്കാൻ വേണ്ടി അതോടുകൂടി ചൈനയ്ക്കുണ്ടായിരുന്ന ദുഷ്പേര്
മറികടക്കാൻ വേണ്ടി മാവോയുടെ മരണാനന്തരം അതിൻ്റെ നേതൃത്വം, അതായത് പാർട്ടിയിലുണ്ടായിരുന്ന നേതൃത്വം അവരുടെ സാമൂഹിക കരാർ മാറ്റി എഴുതി. മാവോയിസ്റ്റിന് ശേഷമുള്ള പരിഷ്കരണവും തുറന്നതും എന്നതായിരുന്നു ആ പരിഷ്കരണത്തിൻ്റെ വിഷയം. ചൈന അതിൻ്റെ സ്വന്തം ബ്രാൻഡായ കമ്പോള സാമ്പത്തിക സോഷ്യലിസം സ്ഥാപിച്ചു. ആത്യന്തികമായി ത്വരിതപ്പെടുത്തിയെങ്കിലും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന്റെ ചെലവിൽ ചില നടപടികളിലൂടെ വ്യാപാരം വൻ വിജയമായി തന്നെ ഇപ്പോഴും തുടരുന്നു. 1989 പ്രക്ഷോഭത്തിനും കൂട്ടക്കൊലയ്ക്കും ശേഷം നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ സ്ക്വയർ, ഈ മൈതാനം മറ്റു ഒരു കാര്യത്തിനും ഉപയോഗിക്കാതെ കിടക്കുകയായിരുന്നു. ഈ സംഭവത്തെക്കുറിച്ചും പ്രക്ഷോഭത്തെക്കുറിച്ചും നമ്മുടെ ഒരു സഹയാത്രികന്റെ പ്രതികരണം. ടിയാനൻമെൻ സ്ക്വയർ മാനവരാശിയുടെ അല്ലെങ്കിൽ ചൈനയുടെ ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ ഒരു സംഭവം നടന്ന സ്ഥലമാണ്. 1989 ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കൂടുതൽ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി ഇവിടെ ദിവസങ്ങളോളം സമരം ചെയ്തു. ചൈന സർക്കാർ അല്ലെ അന്നത്തെ ഗവൺമെൻറ് യാതൊരു ഒത്തുതീർപ്പിനും തയ്യാറാകാതെ പട്ടാള ടാങ്കുകൾ കൊണ്ടുവന്ന് ഇവരെ ചതച്ചരയ്ക്കുകയാണ് ചെയ്തത്. 15,000 പേര് മരിച്ചു എന്നാണ് ചൈന പറയുന്നത്. അന്ന് ഇന്നത്തെ പോലെ വിദേശ മാധ്യമങ്ങളൊന്നും ഇവിടെ ഇല്ല. അവർ പറയുന്നത് വിശ്വസിക്കാനേ പറ്റുള്ളൂ. അംഗവൈകല്യം വന്നവർ വേറെ. നമ്മുടെ ജാലിയൻ വാലാബാഗിൽ ഗേറ്റ് അടച്ചിട്ട് കേണൽ ഡയർ വെടിവെച്ചതുപോലെ ഒരു സംഭവമാണ്. നിരന്ന് നിന്നവരെ കൂടി നിന്നവരെ എല്ലാം ടാങ്ക് കയറി ചതച്ചരച്ച് കളഞ്ഞു. ഈ നമ്മുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ന്യായീകരിച്ചു എന്നുള്ളതാണ് വേറെ രസകരമായ ഒരു കാര്യം. ഈ ടിയാനൻമെൻ സ്ക്വയർ 45 ഹെക്ടറാണ്. അതായത് ഏതാണ്ട് 100 ഏക്കറിൽ മുകളിൽ 1 മില്യൺ 1 ലക്ഷം ആൾക്കാരെ ഇവിടെ ഉൾക്കൊള്ളും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ അത്രയൊക്കെ വിദ്യാർത്ഥികളൊന്നും ഉണ്ടായിരുന്നിരിക്കാം. ഇത് ചൈനയുടെ പാർലമെന്റാണ്. ഗ്രേറ്റ് ഹാൾ ഓഫ് ചൈന എന്നാണ് ഇതിന് പറയുക. ഈ കാണുന്ന ബിൽഡിങ് മാവോയുടെ ശവകുടീരമാണ്. മാവോയെ അടക്കിയിരിക്കുന്ന അവിടെയാണ് മാവോ സ്റ്റേറ്റ് ടാങ്ക്. 1949 ഒക്ടോബർ 1 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിതമായ തീയതി മുതൽ ഗേറ്റിൽ മാവോയുടെ ഒരു ഛായാഗ്രഹം തൂക്കിയിരുന്നു. ദേശീയ ദിനത്തിന് മുൻപ് വർഷം തോറും ഛായാചിത്രം മാറ്റി സ്ഥാപിക്കുമായിരുന്നു. ഒരിക്കൽ മാത്രം 1953 മാർച്ച് 9 അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സ്മരണയ്ക്കായി ജോസഫ് സ്റ്റാലിന്റെ ഛായാചിത്രം താൽക്കാലികമായി മാറ്റി സ്ഥാപിച്ചു. രാവിലെ 11 മണി സമയമാണ് ഇപ്പോൾ. ഇവിടെ നല്ല ചൂടും നല്ല വെയിലുമുണ്ട്. കൂടുതൽ സമയം ഇവിടെ നിന്നുകൊണ്ട് ഈ ദുരന്ത ഭൂമിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സമയം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ താല്പര്യമില്ലായിരുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഈ ദുരിത ഭൂമി കണ്ടുകൊണ്ട് എത്ര സമയം നമ്മൾ ഇതിന്റെ കഥയും പറഞ്ഞിരിക്കും. ഞങ്ങൾ സാവകാശം അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. ഇനിയും ഈ ചതുരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പലതും നമുക്ക് ഇനിയും കവർ ചെയ്യാനുണ്ട്. പക്ഷേ അവിടെ എല്ലാം നടന്നു എന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വാഹനങ്ങൾക്കൊന്നും തന്നെ ഈ ഭാഗത്തേക്ക് പ്രവേശനമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ സെക്യൂരിറ്റി തന്നെ ഇതിന്റെ മെയിൻ കാര്യം. ഇനിയും ഞങ്ങൾക്ക് പല സ്ഥലങ്ങളും ഇന്ന് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ സ്ഥലം പ്രധാനമായിട്ട് കാണാനുള്ളത് മാവോയുടെ ഭരണകാലത്ത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത നഗരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രൊവിഡൻസ് സിറ്റി ഒന്ന് കാണണം. ആ ഭാഗത്തേക്കാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. പക്ഷേ വളരെയധികം നടക്കേണ്ടതായിട്ടുണ്ട്. റോഡ് ക്രോസ് ചെയ്ത് മറുഭാഗത്തൂടെ വീണ്ടും 1 കിലോമീറ്ററോളം നടന്നെങ്കിൽ മാത്രമേ ആ ഭാഗത്ത് എത്തിച്ചേരുകയുള്ളൂ. ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ. എക്കാലത്തും ചൈന നേരിട്ടിരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് അവരുടെ ജനസംഖ്യ. ചൈനയുടെ ജനസംഖ്യയുടെ വൻ തുകയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ, അതായത് ചൈനയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. 2022 143 കോടി ജനങ്ങളുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ ചൈനയെ മറികടന്നു. ചൈന ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ജനസംഖ്യയുള്ള രാജ്യമാണ്. ഇപ്പോഴും ഏകദേശം 140-ലധികം കോടി നിവാസികളുണ്ട് ചൈനയിൽ. എന്നിരുന്നാലും അതിൻ്റെ ജനസംഖ്യ 2023 ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത് ടിയാനൻമെൻ സ്ക്വയറിന് ജസ്റ്റ് ഓപ്പോസിറ്റിലുള്ള റോഡിന് സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ചൈനയുടെ ടിയാനൻമെൻ സ്ക്വയറിന് ചുറ്റുമുള്ള പ്രധാനപ്പെട്ട എല്ലാ നിർമ്മിതികളും നമുക്ക് കാണാൻ സാധിക്കും. പാർലമെന്റ് മന്ദിരം, മാവോയുടെ സ്മാരകം, അതുപോലെ തന്നെ ലൈബ്രറി, ഇതുപോലെ പല സംഭവങ്ങളും നമുക്ക് ടിയാനൻമെൻ സ്ക്വയറിന് ചുറ്റുമുള്ള പലതും നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് വീക്ഷിക്കാൻ സാധിക്കും.
പാർലമെന്റ് മന്ദിരമാണ് ഇപ്പോൾ ദൂരദർശനിൽ കാണുന്നത്. അതിനിടയിൽ എൻ്റെ ക്യാമറ പകർത്തിയ ഒരു കുസൃതി രംഗം, ചൈനീസ് പട്ടാളം നടത്തിയ ഒരു മാർച്ച്, അത് ഒപ്പിയെടുത്തു. അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം ഏകദേശം 1/2 കിലോമീറ്ററോളം ദൂരെയുള്ള ജിൻഷാൻ പാർക്കിലുള്ള ഫോർബിഡൻ സിറ്റി, അതായത് മാവോയുടെ കാലത്ത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്ന ഒരു സിറ്റി. അവിടെ ഞാൻ കണ്ട കാഴ്ചകളുടെ ചിത്രീകരണങ്ങളും വീഡിയോയും വിശദീകരണങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.